Dear students, in this lecture, we'll be discussing about the statistics of systems composed of indistinguishable particles. ഇവിടെ നമ്മൾ ക്വാണ്ടം മെക്കാനിക്കൽ പ്രിൻസിപ്പിൾ വെച്ചിട്ട് പാർട്ടിക്കിൾസ് ഐഡന്റിക്കൽ ആൻഡ് ഇൻഡിസ്റ്റിങ്വിഷബിൾ ആണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ അത്തരത്തിലുള്ള പാർട്ടിക്കിൾസിന്റെ ക്വാണ്ടം സ്റ്റാറ്റിസ്റ്റിക്സ് പഠിക്കുന്ന സമയത്ത് അതിന്റെ വേവ് ഫംഗ്ഷൻ എങ്ങനെ കൺസ്ട്രക്ട് ചെയ്യാമെന്നാണ് നോക്കുന്നത്. അപ്പോൾ കൺസിഡർ ദാറ്റ് വി ഹാവ് n ഐഡന്റിക്കൽ നോൺ ഇന്ററാക്ടിംഗ് പാർട്ടിക്കിൾസ്. n particles ഉണ്ടെന്ന് വിചാരിക്കുക, they are identical and non-interacting particle. So the total Hamiltonian of the system n identical non-interacting particles can be written as the sum of all the single particle Hamiltonian. എല്ലാ സിംഗിൾ പാർട്ടിക്കൽ ഹാമിൽട്ടോണിന്റെ സം ആയിട്ട് നമുക്ക് ടോട്ടൽ ഹാമിൽട്ടോണിയൻ എഴുതാം. ഇപ്പോൾ n പാർട്ടിക്കിൾസ് ഉണ്ടെങ്കിൽ n ഹാമിൽട്ടോൺ, ഓരോ പാർട്ടിക്കിളിനും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ഹാമിൽട്ടോണിയൻ ഉണ്ടായിരിക്കും. അങ്ങനെ അതിന്റെ എല്ലാം സം എടുക്കുമ്പോൾ ടോട്ടൽ ഹാമിൽട്ടോണിയൻ കിട്ടും. അപ്പോൾ ഇവിടെ പാർട്ടിക്കിൾസിന്റെ കൈനറ്റിക് എനർജി മാത്രമേ കൺസിഡർ ചെയ്യുള്ളൂ. ദർ ഇസ് നോ ഇന്ററാക്ഷൻ പൊട്ടൻഷ്യൽ ബിറ്റ്വീൻ ദ പാർട്ടിക്കിൾസ്. ഓക്കെ, നൗ ഇതിന്റെ ടൈം ഇൻഡിപെൻഡന്റ് ഷ്രോഡിഞ്ചർ ഇക്വേഷൻ എഴുതുകയാണെങ്കിൽ എച്ച് സൈ, ഇപ്പോൾ ടോട്ടൽ ഹാമിൽട്ടോണിന്റെ ടൈം ഇൻഡിപെൻഡന്റ് ഷ്രോഡിഞ്ചർ ഇക്വേഷൻ എഴുതുകയാണെങ്കിൽ എച്ച് സൈ ഇ എന്ന് എഴുതാൻ കാര്യം എനർജി, ടോട്ടൽ എനർജി ക്യാപിറ്റൽ ഇ ആയിട്ടാണ് ഡെസിഗ്നേറ്റ് ചെയ്തിരിക്കുന്നത്. Q എന്ന് പറഞ്ഞാൽ it contains all the coordinates Q1, Q2, Q3, etc. up to Qn. Okay, n particlesന്റെ പൊസിഷൻ കോർഡിനേറ്റിനെ കോമ്പാക്റ്റ് ആയിട്ട് റെപ്രസെന്റ് ചെയ്താണ്. Okay, so if H is acting on psi E, you will get the energy eigenvalue E and the same eigenfunction psi E. Okay, so E is the eigenvalue and psi E is the eigenfunction. Now E can be written as non-interacting particle ആവുന്ന സമയത്ത് സിംഗിൾ പാർട്ടിക്കിൾ എനർജി ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ടോട്ടൽ എനർജി കിട്ടും. ഓക്കെ, ഇത് ഫസ്റ്റ് പാർട്ടിക്കിൾ എനർജി, സെക്കൻഡ് പാർട്ടിക്കിൾ എനർജി, തേർഡ് പാർട്ടിക്കിൾ എനർജി. ഫോർ എ മൊമെന്റ് നമ്മൾ ഇവിടെ അസ്യൂം ചെയ്തിരിക്കുന്നത് ഓൾ ദ സ്റ്റേറ്റ്സ് ആർ നോൺ ഡീജനറേറ്റ്, അതായത് ഒരേ എനർജി ലെവലിൽ മോർ ദാൻ വൺ പാർട്ടിക്കിൾ ഇരിക്കുന്നില്ല. ഓക്കെ, ഓക്കെ, ദേ ആർ നോൺ ഡീജനറേറ്റ് സ്റ്റേറ്റ്. ഓക്കെ, നൗ അങ്ങനെ നോൺ ഡിജനറേറ്റ് സ്റ്റേറ്റ് ആണെങ്കിൽ ഈ സൈ ഇ എന്നുള്ളതിനെ നമുക്ക് ഓരോ സിംഗിൾ പാർട്ടിക്കിൾ ഐഗൻ ഫംഗ്ഷൻ, അതായത് എച്ച്, അതായത് സിംഗിൾ പാർട്ടിക്കിൾ ഹാമിൽട്ടോണിയൻ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടൈം ഇൻഡിപെൻഡന്റ് ഷ്രോഡിഞ്ചർ ഇക്വേഷൻ എഴുതുകയാണെങ്കിൽ ഇങ്ങനെയാണ് വരിക. അപ്പോൾ ഇതിൽ സിംഗിൾ പാർട്ടിക്കിൾ ഐഗൻ ഫംഗ്ഷൻ ആണിത്, ഓരോ പാർട്ടിക്കിളിന്റെ ഐഗൻ ഫംഗ്ഷൻ. അതായത് എപ്സിലോൺ 1 എനർജി ഉള്ള സിസ്റ്റത്തിന്റെ പാർട്ടിക്കിളിന്റെ ഐഗൻ ഫംഗ്ഷൻ ആണ് ഇത്. ഓക്കെ, സോ H1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് അല്ലെങ്കിൽ ഫസ്റ്റ് പാർട്ടിക്കിളിന്റെ ഹാമിൽട്ടോണിയൻ അതിന്റെ ഐഗൻ ഫംഗ്ഷനിൽ ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദ എനർജി ഓഫ് ദ ഫസ്റ്റ് പാർട്ടിക്കിൾ വിത്ത് ദ സെയിം ഐഗൻ ഫംഗ്ഷൻ. സെക്കൻഡ് പാർട്ടിക്കിളിന്റെ ഹാമിൽട്ടോണിയൻ യു ഇ ടുവിൽ എപ്സിലോൺ 2 ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ വിൽ ഗെറ്റ് എപ്സിലോൺ 2 ആൻഡ് യു ഇ 2 സെയിം ഐഗൻ ഫംഗ്ഷൻ. ഓക്കെ, എക്സെട്ര. അപ്പൊ ഇങ്ങനെ സിംഗിൾ പാർട്ടിക്കിൾ ഐഗൻ ഫംഗ്ഷൻസ് ആണ് ഇത്. ഇങ്ങനെ n ഐഗൻ ഫംഗ്ഷൻസ് ഉണ്ടായിരിക്കും. അതിന്റെ എല്ലാം പ്രൊഡക്റ്റ് ആയിട്ട് നമുക്ക് ടോട്ടൽ സിസ്റ്റത്തിന്റെ ഐഗൻ ഫംഗ്ഷൻ എഴുതാം. ഓക്കെ, ടോട്ടൽ സിസ്റ്റത്തിന്റെ വേവ് ഫംഗ്ഷൻ നമുക്ക് ഇങ്ങനെ പ്രൊഡക്റ്റ് ആയിട്ട് സിംഗിൾ പാർട്ടിക്കിൾ ഐഗൻ ഫംഗ്ഷൻസിന്റെ പ്രൊഡക്റ്റ് ആയിട്ട് നമുക്ക് എഴുതാം. ഇതിങ്ങനെ എഴുതാൻ പറ്റുന്നത് കണ്ടീഷൻ എന്ന് പറയുന്നത് ദർ ഷുഡ് നോട്ട് ബി എനി ഇന്ററാക്ഷൻ ബിറ്റ്വീൻ ദ പാർട്ടിക്കിൾസ്. ഇപ്പൊ പ്രൊഡക്റ്റ് ആയിട്ട് എഴുതുന്നതിന് നമുക്ക് ചുരുക്കി എഴുതുന്ന ഒരു ഫോമാണ് ഒരു പൈ എന്നുള്ള ഒരു സിമ്പിൾ ഉപയോഗിച്ചിട്ട് i equal to 1 to n. നമ്മൾ സമ്മേഷൻ ഉപയോഗിക്കുന്നതിന് പകരം പൈ എഴുതുകയാണെന്നുണ്ടെങ്കിൽ, സമ്മേഷൻ എന്ന് പറയുമ്പോൾ ഓരോ ടേം സം ചെയ്യാണ് ചെയ്യുന്നത്. ഇവിടെ പൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ടേം മൾട്ടിപ്ലൈ ആണ് ചെയ്യുന്നത്. ഓക്കെ, നൗ a stationary state of the system can be represented by the single particle state of the constituent particles. അതായത് നമുക്കിപ്പോൾ ഒരു 4 പാർട്ടിക്കിൾ ഉണ്ടെന്ന് വിചാരിക്കാം. 4 പാർട്ടിക്കിൾ പല എനർജി ലെവലായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഫസ്റ്റ് ഇങ്ങനെ നോൺ ഡിജനറേറ്റ് എന്ന് പറയുമ്പോൾ ഓരോ പാർട്ടിക്കിളും 4 എനർജി ലെവലിലാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ എനർജി ലെവലിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഈ ഡിസ്ട്രിബ്യൂഷൻ സെറ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് സ്റ്റഡി സ്റ്റേറ്റിനെ അല്ലെങ്കിൽ സ്റ്റേഷനറി സ്റ്റേറ്റിനെ, ഒരു സിസ്റ്റത്തിന്റെ സ്റ്റേഷനറി സ്റ്റേറ്റിനെ റെപ്രസെന്റ് ചെയ്യാം. അപ്പോൾ ഞാൻ സിസ്റ്റത്തിനെ റെപ്രസെന്റ് ചെയ്യുന്നത് 1 1 1 1 ഇങ്ങനെ ആയിരിക്കും റെപ്രസെന്റ് ചെയ്യുന്നത്. ഇപ്പോൾ ni എന്ന് പറഞ്ഞാൽ ഒക്യുപ്പേഷൻ നമ്പറാണ്, ഓരോ എനർജി ലെവലിലും ഒക്യുപ്പൈ ചെയ്യുന്ന നമ്പർ ഓഫ് പാർട്ടിക്കിൾ ആണ്. ഓക്കെ, ഇപ്പൊ ഇങ്ങനെ എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ 1 1 1 1 1 എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ മീനിങ്
നാല് പാർട്ടിക്കിൾ 4 ഐഗൻ ഫംഗ്ഷനിൽ എപ്സിലോൺ 1 യു എപ്സിലോൺ 2 യു എപ്സിലോൺ 3 യു എപ്സിലോൺ 4 എന്നുള്ള സ്റ്റേറ്റിലാണ് നിൽക്കുന്നത്. ഇതിന്റെ പ്രൊഡക്റ്റ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ടോട്ടൽ സിസ്റ്റത്തിന്റെ വേവ് ഫംഗ്ഷൻ എഴുതാം എന്നാണ് പറയുന്നത്. ഓക്കെ, ഇപ്പൊ ഇവിടെ പറയുന്ന കാര്യങ്ങളെല്ലാം നമ്മളിപ്പം എടുത്തിരിക്കുന്നത് പാർട്ടിക്കിൾ ഐഡന്റിക്കൽ ആണെന്ന് എടുത്തിട്ടുള്ളൂ, ഇൻഡിസ്റ്റിങ്വിഷബിൾ ആണെന്ന് നമ്മൾ എടുത്തിട്ടില്ല. പാർട്ടിക്കിൾസ് ആർ ഡിസ്റ്റിങ്വിഷബിൾ. ഒരു ക്ലാസിക്കൽ പിക്ചറിൽ തന്നെയാണ് നമുക്ക് അതിനെ നോക്കിക്കാണുന്നത്. ഇനി ഈ ഒക്യുപ്പേഷൻ നമ്പറിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സം ഓഫ് എൻ ഐ, ഈ ഒക്യുപ്പേഷൻ നമ്പർ എല്ലാം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഇൻ ദ സിസ്റ്റം കിട്ടും. അതുപോലെ എൻ ഐ എപ്സിലോൺ ഐ ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ എനർജി ഓഫ് ദ പാർട്ടിക്കിൾ, അതായത് ഫസ്റ്റ് ലെവലിൽ എത്ര പാർട്ടിക്കിൾ ഉണ്ട് നോക്കുക. ഒരു പാർട്ടിക്കിൾ ആണെങ്കിൽ അതിന്റെ എനർജി എപ്സിലോൺ 1 പ്ലസ് സെക്കൻഡ് ലെവലിൽ 1 പാർട്ടിക്കിൾ എപ്സിലോൺ 2, തേർഡ് ലെവല് 1 പാർട്ടിക്കിൾ ഇൻറ്റു എപ്സിലോൺ 3, ഫോർത്ത് ലെവലിൽ 1 പാർട്ടിക്കിൾ ഇൻറ്റു എപ്സിലോൺ 4. ഇത് ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ എനർജി ഓഫ് ദ 4 പാർട്ടിക്കിൾസ് നമുക്ക് കിട്ടും. ഇത് ഡീജനറേറ്റ് കേസ് ആകുമ്പോഴാണ് ഇങ്ങനെ വരിക. ഇനി പാർട്ടിക്കിൾ ക്യാൻ ബി ഇൻ നോൺ ഡീജനറേറ്റ് കേസ്, അതായത് നോൺ ഡീജനറേറ്റ് കേസ് എന്ന് പറയുന്ന സമയത്ത് ഒരേ എനർജി ലെവലിൽ തന്നെ മോർ ദാൻ 1 പാർട്ടിക്കിൾ ഉണ്ടാകും. അപ്പോൾ ഫസ്റ്റത്തെ എനർജി ലെവൽ എപ്സിലോൺ 1 എപ്സിലോൺ 2, ഇപ്പൊ 3 പാർട്ടിക്കിൾ ഒരു സിസ്റ്റം ആണെന്നിരിക്കുക. ഇപ്പോൾ ഫസ്റ്റ് എനർജി ലെവലിൽ 2 പാർട്ടിക്കിൾ ഉണ്ട്, ഐഡന്റിക്കൽ പാർട്ടിക്കിൾ. സെക്കൻഡ് എനർജി ലെവലിൽ ഒരൊറ്റ പാർട്ടിക്കിളേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് എപ്സിലോൺ 1 2 പാർട്ടിക്കിൾ ഉണ്ട്, അതായത് 2 പാർട്ടിക്കിൾ ഒരേ സ്റ്റേറ്റ് ആണ് ഓക്യുപ്പൈ ചെയ്യുന്നത്. അപ്പൊ അത്തരത്തിലുള്ള സ്റ്റേറ്റിനെ ജനറൽ ആയിട്ട് നമുക്ക് ഈ തരത്തിൽ എഴുതാം. സൈ ക്യൂ എന്ന് പറഞ്ഞാൽ m=1 to n, അതായത് എപ്സിലോൺ 1 u1 റെപ്രസെന്റ് ചെയ്യുന്നത് യു, ഇതിന് ചുരുക്കി എഴുതിയാണ് യു എപ്സിലോൺ 1 ഓഫ് ക്യു എം എന്നുള്ളതിനാണ് ചുരുക്കി എഴുതിയിരിക്കുന്നതാണ്. ഓക്കെ, എൻ ഐ പാർട്ടിക്കിൾ, അതായത് ഈ ഐഗൻ ഫംഗ്ഷനെ എഴുതിയിരിക്കുന്നതാണ് ഈ തരത്തിൽ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് എനർജി ലെവലിൽ 2 പാർട്ടിക്കിൾ, ഇപ്പോൾ m=1 to 2 എന്ന് എഴുതേണ്ടി വരും ഈ ഒരു കേസിൽ. ഓക്കെ, ഇനി 2 മുതൽ 1, 2 + 1, അതായത് 3 പാർട്ടിക്കിൾ ഉണ്ട്, അത് u2 എന്നുള്ള സ്റ്റേറ്റിലാണ്. അപ്പോൾ ഇത്രയും ആയിരിക്കും ഈ ഒരു സിസ്റ്റത്തിനെ റെപ്രസെന്റ് ചെയ്യുന്ന സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അതായത് ഇവിടെ ഒരു ഫസ്റ്റത്തെ എനർജി ലെവൽ ഈ u1ൽ n1 ഫോൾഡ് ഡീജനറേറ്റ് ആണെന്ന് പറയാം, ഇത് n2 ഫോൾഡ് ഡീജനറേറ്റ് ആണെന്ന് പറയാം. ഇതൊരു ജനറൽ ആയിട്ട് നമുക്ക് ഇതിനെ റെപ്രസെന്റ് ചെയ്തതാണ്. ഈ n1 n2 ഒക്കെ മാറിക്കൊണ്ടിരിക്കും ഡിപ്പെൻഡിങ് ഓൺ ദ സിസ്റ്റം. അപ്പൊ ഇവിടെ നമ്മൾ എടുക്കുകയാണെങ്കിൽ എപ്സിലോൺ 1ൽ 2 പാർട്ടിക്കിൾ ആണ്, അപ്പൊ n1 ഇവിടെ 2 ആണ്, ഇവിടെ n2 എന്ന് പറയുന്നത് 1 ആണ്. അപ്പൊ 2 + 1 വരും ഇതിന്റെ അപ്പർ ലിമിറ്റ്, ലോവർ ലിമിറ്റ് 2 എന്ന് വരും, 2 + 1 എന്ന് വരും 3. ഓക്കെ, തേർഡ് പാർട്ടിക്കിൾ എപ്സിലോൺ 2ലായിരിക്കും, ആദ്യത്തെ 2 പാർട്ടിക്കിൾ u1ലായിരിക്കും ഈ ഒരു പർട്ടിക്കുലർ കേസിൽ. അപ്പോൾ ജനറൽ ആയിട്ട് നമുക്ക് ഈ രീതിയിൽ നമുക്ക് എഴുതാം. ഇങ്ങനെ എഴുതുന്ന വേവ് ഫംഗ്ഷന് നമ്മൾ ബോൾസ്മാനിയൻ വേവ് ഫംഗ്ഷൻ എന്ന് പറയും, സൈ ബോൾസ്മാനിയൻ. ഓക്കെ, ബോൾസ്മാനിയൻ വേവ് ഫംഗ്ഷൻ എന്ന് പറയും. അതായത് നമ്മൾ ടോട്ടൽ വേവ് ഫംഗ്ഷന് സിംഗിൾ പാർട്ടിക്കിൾ വേവ് ഫംഗ്ഷന്റെ പ്രൊഡക്റ്റ് ആയിട്ട് എഴുതുന്നതിന് ബോൾസ്മാനിയൻ വേവ് ഫംഗ്ഷൻ എന്ന് പറയും. ഇതിന് ബോൾസ്മാനിയൻ വേവ് ഫംഗ്ഷന് ചില പ്രത്യേകതകളുണ്ട്. എന്ന് വെച്ചാൽ ഇഫ് യു ഡു എ പെർമ്യൂട്ടേഷൻ എമംഗ് ദ കോർഡിനേറ്റ്സ്, അതായത് നമ്മൾ ഒരു കോർഡിനേറ്റിന്റെ പെർമ്യൂട്ടേഷൻ എടുക്കുക എന്ന് വിചാരിക്കാം. അപ്പൊ അങ്ങനെ പെർമ്യൂട്ടേഷൻ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അത് പറയണമെങ്കിൽ നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. അതായത് സപ്പോസ് യു ഹാവ് 2 ഐഡന്റിക്കൽ പാർട്ടിക്കിൾ എ ആൻഡ് പാർട്ടിക്കിൾ ബി, and this is at position q1 and this is at position q2. Okay, now this is having energy epsilon 1, this is having energy epsilon 2. ഇപ്പോൾ ക്ലാസിക്കലി നോക്കുകയാണെങ്കിൽ ഈ 2 പാർട്ടിക്കിളും ഐഡന്റിക്കൽ ആണ്, പക്ഷേ ഡിസ്റ്റിങ്വിഷബിൾ ആയതുകൊണ്ടാണ് എ എന്ന് പറഞ്ഞ് എഴുതിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിന്റെ വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഷോർട്ട് ഹാൻഡ് നൊട്ടേഷനിൽ u1 q1 ആണ്, ഇതിന്റെ വേവ് ഫംഗ്ഷൻ u2 q2 ആണ്. ഓക്കെ, അപ്പോൾ ടോട്ടൽ വേവ് ഫംഗ്ഷൻ നമുക്ക് എങ്ങനെ എഴുതാം? സൈ ക്യൂ എന്ന് പറയുന്നത് u1 q1 ഇൻറ്റു u2 q2 എന്ന് പറഞ്ഞിട്ട് എഴുതാം. പക്ഷേ ക്ലാസിക്കലി പറയുകയാണെങ്കിൽ നമ്മൾ ഇതിന്റെ പെർമ്യൂട്ടേഷൻ ചെയ്യുക, അതായത് ഇതിന്റെ കോർഡിനേറ്റ്സ് പെർമ്യൂട്ട് ചെയ്യുക. അതായത് q1 goes to q2 and q2 goes to q1, അങ്ങനെ ഒരു പെർമ്യൂട്ടേഷൻ ഇന്റർചേഞ്ച് ചെയ്യാം.
അതായത് പൊസിഷൻസ് ഇൻ്റർചേഞ്ച് ചെയ്യാം. അപ്പം നമുക്ക് വേറൊരു പിക്ചർ കിട്ടും. ആ പിക്ചറിൽ പെർമ്യൂട്ടേഷൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരു പിക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Q1 പൊസിഷനിൽ you get a particle B, and Q2 position you get a particle A, and this is having an energy E2, and this is having energy E1. Okay, now the particles in the coordinates interchange ചെയ്തു. So അതിൻ്റെ വേവ് ഫംഗ്ഷൻ എഴുതുകയാണെങ്കിൽ psi EQ എന്ന് പറയുന്നത് ഇതിൻ്റെ വേവ് ഫംഗ്ഷൻ എന്തായിരിക്കും? U1 Q2 ആണ്. ഇതിൻ്റെത് U2 Q1 ആണ്. ഓക്കെ, അപ്പോൾ വേവ് ഫംഗ്ഷൻ അപ്പോൾ പെർമ്യൂട്ടേഷൻ ചെയ്തതിന് ശേഷമുള്ള വേവ് ഫംഗ്ഷൻ ആണ്. അപ്പോൾ പെർമ്യൂട്ടേഷൻ ഉള്ള ഓപ്പറേഷൻ ഞാൻ പി എന്ന് കൊടുത്തു. പി സൈ ഇ ക്യൂ എന്ന് പറഞ്ഞാൽ U1 Q2 ഇൻറ്റു U2 Q1. ഓക്കെ, സോ ദിസ് ഇസ് നോട്ട് സെയിം ആസ് സൈ ഇ ക്യൂ. നമ്മൾ നേരത്തെ എഴുതിയ അതിന് നമുക്ക് സൈ ഇ പ്രൈം, ഇപ്പോഴത്തതിന് സൈ ഇ പ്രൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർമ്യൂട്ടേഷൻ ചെയ്തിട്ട് കിട്ടുന്നതാണ്. സോ ഇത് രണ്ടും ഈക്വൽ അല്ല. അതായത് ഇപ്പോൾ ഈ രണ്ട് വേവ് ഫംഗ്ഷൻസും ദേ ആർ നോട്ട് ഈക്വൽ. ഓക്കെ, സോ ക്ലാസിക്കലി അതായത് പാർട്ടിക്കിളിൻ്റെ ഡിസ്റ്റിങ്വിഷബിലിറ്റി ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ, ഡിസ്റ്റിങ്വിഷബിൾ ആയിട്ടാണ് എടുക്കുന്നതെങ്കിൽ their wave functions are not equal. Okay, so this means that നമ്മൾ പാർട്ടിക്കിളിൻ്റെ കോർഡിനേറ്റ് മാത്രം ഇൻ്റർചേഞ്ച് ചെയ്യുന്ന സമയത്ത് ഇറ്റ് പ്രൊഡ്യൂസസ് എ ന്യൂ മൈക്രോസ്റ്റേറ്റ്. ഓക്കെ, ഇതൊരു മൈക്രോസ്റ്റേറ്റ് ആണ്, ഇതൊരു മൈക്രോസ്റ്റേറ്റ് ആണ്. ജസ്റ്റ് പാർട്ടിക്കിൾസിന്റെ പൊസിഷൻ ഇന്റർചേഞ്ച് ചെയ്യുന്ന സമയത്ത്, പെർമ്യൂട്ട് ചെയ്ത സമയത്ത് ഇറ്റ് പ്രൊഡ്യൂസസ് എ വേവ് ഫംഗ്ഷൻ, അതായത് ന്യൂ സ്റ്റേറ്റ് ക്രിയേറ്റ് ചെയ്യും. ഇറ്റ്സ് എ കൗണ്ടബിൾ മൈക്രോസ്റ്റേറ്റ് ഇൻ ദ ക്ലാസിക്കൽ പിക്ചർ. ക്ലാസിക്കൽ പിക്ചർ എന്ന് പറഞ്ഞാൽ നമ്മൾ അതിന്റെ ഡിസ്റ്റിങ്വിഷബിൾ ആയിട്ടാണ് എടുക്കുന്നതെങ്കിൽ ഇറ്റ് പ്രൊഡ്യൂസസ് എ ന്യൂ മൈക്രോസ്റ്റേറ്റ്. അപ്പോൾ ഒരു ഡിസ്ട്രിബ്യൂഷൻ സെറ്റ് എറ്റ് Ni ആണ് ഡിസ്ട്രിബ്യൂഷൻ സെറ്റ് എങ്കിൽ അതിന് n ഫാക്ടോറിയൽ ബൈ n1 ഫാക്ടോറിയൽ n2 ഫാക്ടോറിയൽ n3 ഫാക്ടോറിയൽ നമ്പർ ഓഫ് മൈക്രോസ്റ്റേറ്റ് ഇത്തരത്തിൽ ഡിസ്ട്രിബ്യൂഷൻ കാരണം, അതായത് പെർമ്യൂട്ടേഷൻ കാരണം അത്തരത്തിലുള്ള മൈക്രോസ്റ്റേറ്റ് ഉണ്ടാവും. ഇത്രയും എണ്ണം മൈക്രോസ്റ്റേറ്റ് ഉണ്ടാവും. ഇനി അതിനൊരു ഗിബ്സ് കറക്ഷൻ ഫാക്ടർ കൂടി കൊടുക്കുകയാണെങ്കിൽ, അതായത് n പാർട്ടിക്കിൾ സിസ്റ്റം ആണെങ്കിൽ ഗിബ്സ് കറക്ഷൻ ഫാക്ടർ എന്ന് പറയുന്നത് 1/n ഫാക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ആണ്. അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്കൽ വെയിറ്റ് ഫാക്ടർ എന്ന് പറയുന്നത് 1/n1 ഫാക്ടോറിയൽ n2 ഫാക്ടോറിയൽ n3 ഫാക്ടോറിയൽ എന്ന് വരും. എന്നാൽ ഇത്തരത്തിൽ ഉള്ള ഒരു കൺസ്ട്രക്ഷൻ ഇൻഡിസ്റ്റിങ്വിഷബിൾ പാർട്ടിക്കിളിന് നമുക്ക് എടുക്കാൻ കഴിയില്ല. കാരണം പാർട്ടിക്കിൾ ഇൻഡിസ്റ്റിങ്വിഷബിൾ ആണെങ്കിൽ, സപ്പോസ് നമുക്ക് ഈ രണ്ട് പാർട്ടിക്കിളിനെ നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല, ഇത് രണ്ടും എ ആണെന്ന് വിചാരിക്കാം. ഓക്കെ, രണ്ടും എ ആണെന്ന് വിചാരിക്കാം. അപ്പോൾ പാർട്ടിക്കിളിന്റെ കോർഡിനേറ്റ് എക്സ്ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് വേവ് ഫംഗ്ഷന് മാറ്റം വരാൻ പാടില്ല. അതായത് പുതിയ ഫിസിക്കലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു മൈക്രോസ്റ്റേറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ പാടില്ല. കാരണം ഇപ്പോൾ 2 ഇലക്ട്രോൺ എടുക്കുക, 2 ഇലക്ട്രോൺ ഇവിടെ, 2 ഇലക്ട്രോൺ എടുക്കുക. ഈ ഇലക്ട്രോൺ ഇവിടെ നിന്ന് കഴിഞ്ഞാലും ഈ ഇലക്ട്രോൺ ഇവിടെ നിന്ന് കഴിഞ്ഞാലും ഫിസിക്കലി അതിന് വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ ഫിസിക്കലി വ്യത്യാസമില്ല എന്ന് പറഞ്ഞാൽ മാത്തമാറ്റിക്കൽ കൺസ്ട്രക്ഷനിലും ആ തരത്തിൽ റിഫ്ലക്റ്റ് ചെയ്യണം. ഓക്കെ, അപ്പം ഇത്തരത്തിലുള്ള ബോൾട്സ്മാനിയൻ വേവ് ഫംഗ്ഷൻ വെച്ചിട്ട് നമുക്ക് ഇത്തരത്തിൽ പെർമ്യൂട്ടേഷൻ കോർഡിനേറ്റ്സ് പെർമ്യൂട്ട് ചെയ്യുന്ന സമയത്ത് ചേഞ്ച് ചെയ്യാത്ത വേവ് ഫംഗ്ഷൻ ആക്കി മാറ്റാൻ സാധ്യമല്ല. സോ വി നീഡ് അനദർ കൺസ്ട്രക്ഷൻ ഫോർ ദി ഇൻഡിസ്റ്റിങ്വിഷബിൾ പാർട്ടിക്കിൾ. സോ സപ്പോസ് അത് നമുക്ക് എങ്ങനെ, ഇവിടെ ഞാൻ കൊടുത്തിരിക്കുന്നത് ഒരു 3 നോൺ ഇൻട്രാക്ടിങ് ഫ്രീ പാർട്ടിക്കിൾസിന്റെ ഒരു പാർട്ടിക്കിളിന്റെ ബോക്സിലുള്ള ഒരു വേവ് ഫംഗ്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 3 പാർട്ടിക്കിൾ ആകുന്ന സമയത്ത് ബോൾട്സ്മാനിയൻ വേവ് ഫംഗ്ഷൻ അതിന്റെ പ്രൊഡക്റ്റ് ആയിട്ട് നമുക്ക് എഴുതാം. സിംഗിൾ പാർട്ടിക്കിൾ ഐഗൻ ഫംഗ്ഷൻസിന്റെ പ്രൊഡക്റ്റ് ആയിട്ട് നമുക്ക് എഴുതാം. നമുക്കറിയാം ഫ്രീ പാർട്ടിക്കിൾ ആകുന്ന സമയത്ത് e⁻k1 അതിന്റെ വേവ് ഫംഗ്ഷൻ e⁻ik.r എന്നുള്ള രീതിയിൽ നമുക്ക് എഴുതാം. ഇവിടെ കോർഡിനേറ്റ് Q1 ആയതുകൊണ്ട് Q1 കൊടുത്തു. ഓക്കെ, അപ്പോൾ Q1 Q2 ഇന്റർചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ വേവ് ഫംഗ്ഷൻ വ്യത്യാസമുണ്ട്. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് ചെക്ക് ചെയ്യാം. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഫോർ ദ കേസ് ഓഫ് 3 നോൺ ഇന്ററാക്ടിങ് ഫ്രീ പാർട്ടിക്കിൾ. Now, when you consider the indistinguishability of the particle, or according to quantum physics, particles are identical as well as indistinguishable. അല്ലേ? അപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ സെറ്റ് പറയുന്നത് എന്താണ്? there are ni particles in the state given by the eigenfunction uy. But which particle in which state has no relevance at all?
ഏത് പാർട്ടിക്കിളാണ് ഏത് സ്റ്റേറ്റിലാണ് ഇരിക്കുന്നതിന് റെലവൻസ് ഒന്നുമില്ല. എത്ര പാർട്ടിക്കിൾ ഉണ്ട് എന്നുള്ളതിന് മാത്രമേ ഇമ്പോർട്ടൻസ് ഉള്ളൂ. ആദ്യത്തെ ഇലക്ട്രോൺ ആണോ രണ്ടാമത്തെ ഇലക്ട്രോൺ ആണോ എന്നൊന്നും നമുക്ക് തിരിച്ചറിയാൻ കഴിയില്ല. അപ്പോൾ കോർഡിനേറ്റ്സ് ഇന്റർചേഞ്ച് ചെയ്യുന്ന സമയത്ത് മാറാത്ത തരത്തിലുള്ള വേവ് ഫംഗ്ഷൻ നമുക്ക് കൺസ്ട്രക്ട് ചെയ്യണം. ഓക്കെ, so microstate resulting from any permutation p among n particle must be regarded as one and the same microstate. One and the same microstate. ഇവിടെ സെയിം കൂടി ചേർക്കാം. അപ്പോൾ പെർമ്യൂട്ടേഷൻ ചെയ്ത് കഴിഞ്ഞാലും സ്റ്റേറ്റ് മാറാൻ പാടില്ല. അപ്പോൾ അതിന്റെ സ്റ്റാറ്റിസ്റ്റിക്കൽ വെയിറ്റ് ഫാക്ടർ 1 ആയിരിക്കണം. ഓക്കെ, പെർമ്യൂട്ടേഷൻ ചെയ്താലും. ഓക്കെ, ഇനി ബോൾസ്മാനിയൻ വേവ് ഫംഗ്ഷൻ നമ്മൾ നേരത്തെ പറഞ്ഞു, ഞാൻ ഒന്നുകൂടി ഇവിടെ എഴുതി. ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്തു, ദിസ് ഈസ് ഇൻഅപ്രോപ്രിയേറ്റ് ഫോർ ഡിസ്ക്രൈബിംഗ് ദ സ്റ്റേറ്റ് ഓഫ് ഇൻഡിസ്റ്റിങ്വിഷബിൾ പാർട്ടിക്കിൾ. ഇത് ഇൻഅപ്രോപ്രിയേറ്റ് ആണെന്ന് പറയാൻ കാര്യം, ഇവിടെ പെർമ്യൂട്ടേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഈ സ്റ്റേറ്റ് മാറും. ഇറ്റ് വിൽ ഗിവ് യു അനദർ സ്റ്റേറ്റ്, ഫിസിക്കലി ഡിഫറെന്റ് മൈക്രോ സ്റ്റേറ്റ്. അപ്പോൾ ബോൾസ്മാനിയൻ വേവ് ഫംഗ്ഷൻ നമുക്ക് സ്യൂട്ടബിൾ അല്ല ഫോർ ഇൻഡിസ്റ്റിങ്വിഷബിൾ പാർട്ടിക്കിൾ. Now we move on to another construction, or we want to construct a wave function such that if there is a permutation among the of coordinates among the particle, then the wave function should remains the same. So such a wave function can be constructed by a linear combination of n factorial wave function of the type Seibold's. അതായത് ബോൾസ്മാനിയൻ വേവ് ഫംഗ്ഷൻ വെച്ചിട്ട് അതിൻ്റെ n ഫാക്ടോറിയൽ ലീനിയർ കോമ്പിനേഷൻസ് വെച്ചിട്ട് നമുക്ക് അത്തരത്തിലൊരു വേവ് ഫംഗ്ഷൻ കൺസ്ട്രക്ട് ചെയ്യാം. ബട്ട് കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്തുള്ള കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ പെർമ്യൂട്ടഡ് വേവ് ഫംഗ്ഷൻ, ഇതാണ് പി ആക്ടിങ് ഓൺ സൈ എന്ന് പറഞ്ഞാൽ ആ കോർഡിനേറ്റ്സ് പെർമ്യൂട്ട് ചെയ്തു എന്നാണ് മീനിങ്. അതിന്റെ സ്ക്വയർ, പെർമ്യൂട്ടഡ് വേവ് ഫംഗ്ഷന്റെ സ്ക്വയർ, ദാറ്റ് ഷുഡ് ബി ഈക്വൽ ടു ഒറിജിനൽ വേവ് ഫംഗ്ഷന്റെ സ്ക്വയർ ആയിരിക്കും. അതായത് ഇത് പ്രോബബിലിറ്റി ഡെൻസിറ്റി ആണ് ഉദ്ദേശിക്കുന്നത്, മോഡുലസ് ഓഫ് സൈ സ്ക്വയർ. ആ മോഡുലസ് ഓഫ് പ്രോബബിലിറ്റി ഡെൻസിറ്റി മാറാൻ പാടില്ല. ഓക്കെ, അപ്പൊ ഇങ്ങനെ മാറാതിരിക്കണമെങ്കിൽ രണ്ട് പോസിബിലിറ്റി ആണ്. ഒന്ന് പി സൈ പെർമ്യൂട്ടേഷൻ നടക്കുമ്പോൾ അതേ വേവ് ഫംഗ്ഷൻ കിട്ടണം, അല്ല അതിനെ പറയുന്ന പേരാണ് സൈ സിമെട്രിക് ഇൻ ദി ആർഗ്യുമെന്റ്സ് എന്ന് പറയാം. ഇനി രണ്ടാമത്തെ ഒരു കേസ് പി സൈ എന്ന് പറഞ്ഞാൽ പ്ലസ് ഐ ആണ് ഫോർ ഈവൻ പെർമ്യൂട്ടേഷൻ ആൻഡ് മൈനസ് ഐ ഫോർ ഓഡ് പെർമ്യൂട്ടേഷൻ. ബിക്കോസ് ഇവിടെ ഒരു മോഡുലസ് ഉണ്ടല്ലോ, അതുകൊണ്ട് ഇവിടെ പ്ലസ് ഓർ മൈനസ് ആവാം. അപ്പോൾ പ്ലസ് സൈൻ ഫോർ ഈവൻ പെർമ്യൂട്ടേഷൻ ആൻഡ് മൈനസ് സൈൻ ഫോർ ഓഡ് പെർമ്യൂട്ടേഷൻ. ഇത്തരത്തിൽ വരുന്ന വേവ് ഫംഗ്ഷൻ ആണ് ആന്റിസിമെട്രിക് വേവ് ഫംഗ്ഷൻ, അല്ലെങ്കിൽ സൈസ് ആന്റിസിമെട്രിക് ഇൻ ഇറ്റ്സ് ആർഗ്യുമെന്റ്സ് എന്ന് നമുക്ക് പറയാം. ഇനി എന്താണ് ഈവൻ പെർമ്യൂട്ടേഷൻ, എന്താണ് ഓഡ് പെർമ്യൂട്ടേഷൻ എന്ന് നോക്കാം. സപ്പോസ് ദാറ്റ് യു ഹാവ് 3 നമ്പേഴ്സ്, 3 നമ്പർ ഉണ്ടെന്ന് വെച്ചാൽ 1 2 3. ഓക്കെ, അതിന്റെ എല്ലാ പോസിബിൾ പെർമ്യൂട്ടേഷൻ, ഇപ്പൊ n നമ്പേഴ്സ് ഉണ്ടെങ്കിൽ n ഫാക്ടോറിയൽ പെർമ്യൂട്ടേഷൻസ് പോസിബിൾ ആണ്. 3 നമ്പേഴ്സ് ആണെങ്കിൽ 3 ഫാക്ടോറിയൽ 6 പെർമ്യൂട്ടേഷൻസ് പോസിബിൾ ആണ്. ഇതിന്റെ ട്രാൻസ്പൊസിഷൻസ് വെച്ചിട്ടാണ് ഇത് ഈവൻ പെർമ്യൂട്ടേഷൻ ആണോ ഓഡ് പെർമ്യൂട്ടേഷൻ ആണോ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഫസ്റ്റ് ഈ ഒരു ഓർഡർ എടുത്തു, ഒരു പെർട്ടിക്കുലർ ഓർഡർ 1 2 3 എന്നുള്ള ഓർഡർ എടുത്തു. അത് 1 2 3 ഇത് ഐഡന്റിറ്റി ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഈ 1 2 3 ആവാൻ വേണ്ടിയിട്ട് എത്ര ട്രാൻസ്പൊസിഷൻസ് വേണം? 1 2 3 ആവാൻ വേണ്ടിയിട്ട് 0 ട്രാൻസ്പൊസിഷൻസ് ആണ്. അത് ഈവൻ നമ്പർ ആയതുകൊണ്ട് ഇതിന് ഈവൻ പെർമ്യൂട്ടേഷൻ എന്ന് പറയും. ഇനി 1 2 3 2 3 1 ആവാൻ വേണ്ട എത്ര പെർമ്യൂട്ടേഷൻസ് വേണം നോക്കാം. ഇപ്പൊ 2 3 1 ആവണമെങ്കിൽ 1 2 3ന് ആദ്യം 1ഉം 2ഉം ഇന്റർചേഞ്ച് ചെയ്യാം, അപ്പൊ 2 1 3 എന്ന് വരും. ഇനി 1ഉം 3ഉം ഇന്റർചേഞ്ച് ചെയ്യാം, അപ്പോൾ 2 3 1 വരും. അപ്പൊ ഇവിടെ രണ്ട് ട്രാൻസ്പൊസിഷൻസ് ചെയ്യുന്ന സമയത്താണ് ഇത് 2 3 1 ആയത്, അതുകൊണ്ട് ഇത് ഈവൻ പെർമ്യൂട്ടേഷൻ ആണ്. ഇനി ഇവിടെ 1 2 3 എന്നുള്ളത് 3 1 2 ആവണമെങ്കിൽ ആദ്യം 1ഉം 2ഉം ഇന്റർചേഞ്ച് ചെയ്തു, സോ 2 1 3 കിട്ടി. 2 1 3 കിട്ടിയ ഇനി 2ഉം 3ഉം ഇന്റർചേഞ്ച് ചെയ്തു. അടുത്തടുത്ത് തന്നെ ഇന്റർചേഞ്ച് ചെയ്യണം നിർബന്ധമില്ല, 2ഉം 3ഉം ഇന്റർചേഞ്ച് ചെയ്തു, അപ്പോൾ 3 1 2 കിട്ടി. അപ്പോൾ രണ്ട് ട്രാൻസ്പൊസിഷൻസ് അഗൈൻ കഴിഞ്ഞ സമയത്ത് 3 1 2 ആയി, അതും ഈവൻ പെർമ്യൂട്ടേഷൻ ആണ്. എന്നാൽ 1 2 3 എന്നുള്ളത് 2 1 3 ആവണമെങ്കിൽ ഒറ്റ ട്രാൻസ്പൊസിഷൻ മതി, 1ഉം 2ഉം ഇന്റർചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ 2 1 3 കിട്ടും. അങ്ങനെ കിട്ടുന്ന ഒറ്റ ട്രാൻസ്പൊസിഷൻ ആയതുകൊണ്ട് അതിന് ഓഡ് പെർമ്യൂട്ടേഷൻ എന്ന് പറയും. അതുപോലെ തന്നെ 3 2 1ഉം 1 3 2 ഒക്കെ ആവുന്നത് ഓഡ് പെർമ്യൂട്ടേഷൻ ആണെന്ന് നമുക്ക് കാണാം. അപ്പൊ ഇത്തരത്തില് എന്താണ് ഓഡ് പെർമ്യൂട്ടേഷൻ, എന്താണ് ഈവൻ പെർമ്യൂട്ടേഷൻ എന്ന് നമുക്ക് മനസ്സിലാവും. ഓക്കെ, ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ നമ്പർ ഓഫ് ട്രാൻസ്പൊസിഷൻസ്. ഓക്കെ, നൗ ഇനി രണ്ട് പാർട്ടിക്കിളിന്റെ കേസ് എടുക്കാം. ഓക്കെ,
ഈ രണ്ട് പാർട്ടിക്കിളിന്റെ കേസിൽ എങ്ങനെയാണ് നമുക്ക് പെർമ്യൂട്ടേഷൻ ചെയ്താലും മാറാത്ത വേവ് ഫംഗ്ഷൻ കൺസ്ട്രക്ട് ചെയ്യുന്നതെന്നാണ് നോക്കുന്നത്. ഓക്കെ, സോ രണ്ട് പാർട്ടിക്കിൾ ഉണ്ടെങ്കിൽ അതിന്റെ ഞാനത് നോൺ ഡീജനറേറ്റ് കേസ് ആണ് എടുക്കുന്നത്. അതായത് രണ്ട് പാർട്ടിക്കിൾ നമുക്ക് രണ്ട് സ്റ്റേറ്റിൽ ഒക്യുപ്പൈ ചെയ്യുന്നു എന്ന് പറയാം. ഓക്കെ, സോ യു ഹാവ് ടു സ്റ്റേറ്റ്, വൺ ഈസ് എപ്സിലോൺ 1, വൺ ഈസ് എപ്സിലോൺ 2. അതിന്റെ ഐഗൻ ഫങ്ഷൻസ് u1 u2 ആയിട്ട് എഴുതി. ഓക്കെ, ആൻഡ് ദർ ഇസ് വൺ പാർട്ടിക്കിൾ, അതിന്റെ ഡിസ്ട്രിബ്യൂഷൻ സെറ്റ് തന്നിട്ടുണ്ട്, 1 1 ആണ്. അപ്പോൾ ഫസ്റ്റ് ലെവൽ ഒരു പാർട്ടിക്കിൾ, സെക്കൻഡ് ലെവൽ ഒരു പാർട്ടിക്കിൾ. അപ്പോൾ ഇതിന് ബോൾസ്മാനും വേവ് ഫംഗ്ഷൻ നമുക്ക് എഴുതാൻ അറിയാം, അതിന്റെ മൾട്ടിപ്പിൾ ആയിട്ട് എഴുതി. ഓക്കെ, ഇനി ഇത് പെർമ്യൂട്ട് ചെയ്യാം. പെർമ്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഇതിന്റെ കോർഡിനേറ്റ് q1 ഉം ഇതിന്റെ കോർഡിനേറ്റ് q2 ആണെങ്കിൽ പെർമ്യൂട്ട് ചെയ്യുന്ന സമയത്ത് u epsilon q2 epsilon 2 q1 വരും. സോ ദിസ് ഈസ് നോട്ട് സെയിം ആസ് ദ ഒറിജിനൽ വേവ് ഫംഗ്ഷൻ. ബോൾസ്മാനും വേവ് ഫംഗ്ഷൻ ആദ്യം എടുത്ത, അതായത് പെർമ്യൂട്ട് ചെയ്ത സമയത്ത് വിൽ ഗെറ്റ് എ ഡിഫറെന്റ് സ്റ്റേറ്റ്. ഓക്കെ, ഇതാണ് ക്ലാസിക്കൽ പിക്ചർ എന്ന് പറയുന്നത്. അതായത് ഇവിടെ പാർട്ടിക്കിൾ ഡിസ്റ്റിങ്വിഷബിൾ ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. ഇനി ക്വാണ്ടം മെക്കാനിക്കലി ഇൻഡിസ്റ്റിങ്വിഷബിൾ ആവുന്ന സമയത്ത് എങ്ങനെയാണ് നമ്മൾ സിമെട്രിക് വേവ് ഫംഗ്ഷൻ, അതായത് നമ്മൾ പറഞ്ഞു മോഡുലസ് ഓഫ് സൈ സ്ക്വയർ ഈക്വൽ ടു സൈ, ഏത് പെർമ്യൂട്ടേഷൻ എടുത്തു കഴിഞ്ഞാലും പി സൈ ഈക്വൽ ടു സൈ എന്ന് വരുന്നതാണ് സിമെട്രിക് വേവ് ഫംഗ്ഷൻ. അപ്പൊ അത് കൺസ്ട്രക്ട് ചെയ്യാൻ എളുപ്പമാണ്. അതായത് ഇതിന്റെ എല്ലാ പെർമ്യൂട്ടേഷൻസിന്റെയും ലീനിയർ കോമ്പിനേഷൻ പ്ലസ് ആയിട്ട് എഴുതാം. അതായത് ഇവിടെ ഇപ്പൊ രണ്ട് കോർഡിനേറ്റ് ഉള്ളൂ. ഇതിന്റെ ഉണ്ടാവുന്ന പെർമ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ 1 ഉം 2 ഇന്റർചേഞ്ച് ചെയ്യാന്നുള്ള പോസിബിലിറ്റി മാത്രമേ ഉള്ളൂ. അപ്പൊ ആദ്യം ഉള്ള വേവ് ഫംഗ്ഷനും രണ്ടാമതുള്ള വേവ് ഫംഗ്ഷനും സം ആയിട്ട് എഴുതാം, ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എഴുതാം. അപ്പൊ ഇങ്ങനെ എഴുതുന്ന സമയത്ത് ഇതിന്റെ പെർമ്യൂട്ടേഷൻ ആണ് എടുക്കാൻ പറ്റുക. ഓക്കെ, സിമെട്രിക് വേവ് ഫംഗ്ഷന്റെ പെർമ്യൂട്ടേഷൻ. അപ്പോൾ പെർമ്യൂട്ടേഷൻ എടുക്കുമ്പോൾ 1 2 ആയിട്ട് മാറി, 2 1 ആയിട്ട് മാറി, ഇവിടെ 2 1 ആയിട്ട് മാറി, 1 2 ആയിട്ട് മാറി. ഇനി നോക്കൂ, ഇതിന്റെ പ്രത്യേകത എന്താണ്? ഈ ടേം ആണ് ഇവിടെ വന്നിട്ടുള്ളത്, ഈ ടേം ആണ് ഇവിടെ വന്നിട്ടുള്ളത്. അതായത് പെർമ്യൂട്ടേഷൻ എടുത്ത സമയത്ത് ആ ടോട്ടൽ റിമെയിൻസ് ദ സെയിം. അപ്പോൾ സിമെട്രിക് വേവ് ഫംഗ്ഷൻ പെർമ്യൂട്ടേഷൻ എടുത്തു കഴിഞ്ഞാൽ സിമെട്രിക് വേവ് സൈ എസ് തന്നെയാണ് കിട്ടുന്നത്. അപ്പോൾ ഇത്തരത്തിൽ രണ്ട് കാറ്റഗറി ഓഫ് വേവ് ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക്. ഒന്ന് മോഡുലസ് ഓഫ് പി സൈ സ്ക്വയർ ഈക്വൽ ടു മോഡുലസ് ഓഫ് സൈ സ്ക്വയർ ആയിട്ടുള്ള ഒരു കാറ്റഗറി, അതുപോലെ തന്നെ പി സൈ ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് ഐ ആവുന്ന മറ്റൊരു കാറ്റഗറി. ഇനി അതാണ് നമുക്ക് നോക്കുന്നത്, അതെങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് നോക്കാം. ഇനി അതിന് ആന്റിസിമെട്രിക് വേവ് ഫംഗ്ഷൻ എന്ന് പറയാം. അപ്പൊ ആന്റിസിമെട്രിക് വേവ് ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നത് ആ രണ്ട് ബോൾസ്മാനിയൻ വേവ് ഫംഗ്ഷൻ, പെർമ്യൂട്ട് ചെയ്ത രണ്ട് ബോൾസ്മാനിയൻ വേവ് ഫംഗ്ഷൻ സബ്ട്രാക്ട് ചെയ്താണ്. ഓക്കെ, ടു പാർട്ടിക്കിളിന്റെ കേസിൽ ഇത് ഈസി ആണ്. അപ്പൊ ഇവിടെ പെർമ്യൂട്ട് ചെയ്യുന്ന സമയത്ത് q1 q2 ആയി, q2 q1 ആയി, q2 q1 q1 q2. ഓക്കെ, അപ്പൊ ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ മൈനസ് സൈൻ ഉള്ളത് ഇവിടെ പ്ലസ് സൈൻ ആയി, ഇവിടെ പ്ലസ് സൈൻ ഉള്ളത് മൈനസ് സൈൻ. അപ്പൊ ഓവറോൾ ദർ ഇസ് എ മൈനസ് സൈൻ. അപ്പൊ ഇവിടെ ട്രാൻസ്പൊസിഷൻ 1 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒറ്റ ട്രാൻസ്പൊസിഷനേ ഉള്ളൂ, അത് ഓഡ് പെർമ്യൂട്ടേഷൻ ആണ്. ഓഡ് പെർമ്യൂട്ടേഷൻ നമുക്ക് എന്താ വരേണ്ടത്? ഈ വേവ് ഫംഗ്ഷൻ ഓഡ് പെർമ്യൂട്ടേഷൻ മൈനസ് സൈൻ. അപ്പൊ അതാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഓക്കെ, സോ അതാണ് ആന്റിസിമെട്രിക് വേവ് ഫംഗ്ഷന്റെ മൈനസ് സൈ എന്നാണ് വന്നിട്ടുള്ളത്. നൗ ആന്റിസിമെട്രിക് വേവ് ഫംഗ്ഷൻ നമുക്ക് സ്ലേറ്റർ ഡിറ്റർമിനന്റ് എന്ന് പറയുന്ന ഒരു ഫോമിലേക്ക് മാറ്റി എഴുതാം. അപ്പോൾ ആന്റിസിമെട്രിക് വേവ് ഫംഗ്ഷന്റെ സ്ലേറ്റർ ഡിറ്റർമിനന്റ് ഇങ്ങനെയാണ്. ഇത് ഫസ്റ്റ് റോ എല്ലാം ഫസ്റ്റ് എനർജി ലെവലിലുള്ള പാർട്ടിക്കിൾസിന്റെ എഴുതണം. ഓക്കെ, എപ്സിലോൺ 1 q1, എപ്സിലോൺ 1 u എപ്സിലോൺ 1 q2. അതായത് ഫസ്റ്റ് എനർജി ലെവലിലുള്ള ഡിഫറെന്റ് കോർഡിനേറ്റ്സിലുള്ള ഫങ്ഷൻസ് എഴുതണം. ഇത് സെക്കൻഡ് എനർജി ലെവലിലുള്ള ഡിഫറെന്റ് കോർഡിനേറ്റ്സ് ഉള്ള ഫങ്ഷൻസ് എഴുതണം. ഓക്കെ, ഇനി ഇത് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വിൽ ഗെറ്റ് ദി ആന്റിസിമെട്രിക് വേവ് ഫംഗ്ഷൻ ഡയറക്ട്ലി. ഇതിന് പറയുന്ന പേരാണ് സ്ലേറ്റർ ഡിറ്റർമിനന്റ് ഫോം. ഇത് രണ്ട് പാർട്ടിക്കിളിനുള്ള n പാർട്ടിക്കിൾ സിസ്റ്റത്തിനും സ്ലേറ്റർ ഡിറ്റർമിനന്റ് ഫോം എഴുതാം. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവ് സൈൻ ഒക്കെ ഓട്ടോമാറ്റിക്കലി വരും, നമുക്കത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ആ ഡിറ്റർമിനന്റ് എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി വരും. അതുപോലെ തന്നെ ഡയഗണൽ എലമെന്റ്സ് എന്ന് പറയുന്നത് ബോൾസ്മാനിയൻ വേവ് ഫംഗ്ഷൻ ആയിരിക്കും. അപ്പൊ ഇത് മാത്രം എടുക്കുകയാണെങ്കിൽ ഇത് ബോൾസ്മാനിയൻ വേവ് ഫംഗ്ഷൻ ആണ്. അടുത്തതായി 3 പാർട്ടിക്കിൾ കേസ് ആണെങ്കിൽ നമ്മൾ ഈ ഒരു ഡിസ്ട്രിബ്യൂഷൻ സെറ്റ് എടുത്തു. അഗൈൻ നോൺ ഡിജനറേറ്റ് കേസ് ആണ് നമ്മൾ ഇവിടെ എടുക്കുന്നത്. ഈ ഒരു കേസ് വരുന്ന ബോൾസ്മാനിയൻ വേവ് ഫംഗ്ഷൻ ഇങ്ങനെ മൾട്ടിപ്പിൾ 3 ഫംഗ്ഷന്റെ മൾട്ടിപ്പിൾ ആയിട്ട് എഴുതാം. പിന്നെ പെർമ്യൂട്ട് ചെയ്തിട്ട് ഡിഫറെന്റ് വേവ് ഫംഗ്ഷൻസ് ക്രിയേറ്റ് ചെയ്യാം.
ഓക്കെ, അതിൽ സിമെട്രിക് വേവ് ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നത് ഇതിൽ എത്രത്തോളം പെർമ്യൂട്ടേഷൻസ് പോസിബിൾ ആണോ അത്രത്തോളം പെർമ്യൂട്ടേഷൻ നടത്തിയിട്ട് അതെല്ലാം ആഡ് ചെയ്യണം. അപ്പോൾ അങ്ങനെ ആഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇങ്ങനെ 6 ടേം നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ഇതിൽ നിങ്ങൾ പെർമ്യൂട്ടേഷൻ, ഈ സിമെട്രിക് വേവ് ഫംഗ്ഷനിൽ നിങ്ങൾ പെർമ്യൂട്ടേഷൻ നടത്തി കഴിഞ്ഞാൽ ആ സിമെട്രിക് ഇത് തന്നെയാണ് വരിക. ഇനി നിങ്ങൾക്ക് ഇത് തന്നെ ഡീജനറേറ്റ് കേസ് നമുക്ക് ചെയ്യാം. ഫസ്റ്റ് എനർജി ലെവലിൽ 2 പാർട്ടിക്കിൾ വരുന്നത് ചെയ്യാം, സെക്കൻഡ് എനർജി ലെവൽ 2. അപ്പോൾ ആ ഡിസ്ട്രിബ്യൂഷൻ സെറ്റ് 2 1 0 എന്ന് വരും. ഓക്കെ, അത് നിങ്ങൾ ഒന്ന് ചെക്ക് ചെയ്യാം. നൗ സ്ലേറ്റർ ഡിറ്റർമിനന്റ് ആന്റിസിമെട്രിക് വേവ് ഫംഗ്ഷൻ ആണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ നമ്മൾ പറഞ്ഞു എപ്സിലോൺ 1 വെച്ചിട്ട് എല്ലാ കോർഡിനേറ്റിന്റെയും ഫസ്റ്റ് റോയിൽ എഴുതുക, എപ്സിലോൺ 2 വെച്ചിട്ട് എല്ലാ കോർഡിനേറ്റും സെക്കൻഡ് റോ, എപ്സിലോൺ 3 വെച്ചിട്ട് എല്ലാ കോർഡിനേറ്റ്സിന്റെ തേർഡ് റോ. അത് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇറ്റ് വിൽ ഗിവ് യു ദ ആന്റിസിമെട്രിക് വേവ് ഫംഗ്ഷൻ. അപ്പോൾ ആന്റിസിമെട്രിക് വേവ് ഫംഗ്ഷൻ എഴുതാൻ സ്ലേറ്റർ ഡിറ്റർമിനന്റ് ഫോം വളരെ കൺവീനിയന്റ് ആണ്. ഇത് എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് ചില ടേമുകളൊക്കെ നെഗറ്റീവായിട്ട് വരും, ചില ടേമൊക്കെ പോസിറ്റീവായിട്ട് വരും. നിങ്ങളൊരു ഈവൻ പെർമ്യൂട്ടേഷൻ ആണ് എടുക്കുക എന്ന് വെച്ചാൽ, അതായത് ഫസ്റ്റ് 1 ഈക്വൽ ടു 1 ഇന്റർചേഞ്ച് വിത്ത് 2 ആൻഡ് 2 ഇന്റർചേഞ്ച് വിത്ത് 3, ഈ രണ്ട് പെർമ്യൂട്ടേഷൻ ചെയ്യുകയാണെങ്കിൽ ഈവൻ പെർമ്യൂട്ടേഷൻ ആണ്. അപ്പോൾ ഈവൻ പെർമ്യൂട്ടേഷൻ ആണെങ്കിൽ പി സൈ ക്യൂ ചെയ്യുകയാണെങ്കിൽ യു വിൽ ഗെറ്റ് സൈ എ. ഓക്കെ, സൈ എ ക്യൂ. ഈവൻ പെർമ്യൂട്ടേഷൻ പ്ലസ് ആണ് വരിക. ഇതിൽ ഏതെങ്കിലും ഒരു പെർമ്യൂട്ടേഷൻ വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ യു വിൽ ഗെറ്റ് മൈനസ് സൈ എ. ഓക്കെ, അത്തരത്തിൽ നമുക്ക് സിമെട്രിക് ആൻഡ് ആന്റിസിമെട്രിക് വേവ് ഫംഗ്ഷൻസ് കൺസ്ട്രക്ട് ചെയ്യാം. ഇനി ജനറൽ ആയിട്ട് ഇത് എഴുതുകയാണെങ്കിൽ സിമെട്രിക് വേവ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എല്ലാ ബോൾസ്മാനിയൻ വേവ് ഫംഗ്ഷൻ എടുത്തിട്ട് അതിലുള്ള എല്ലാ കോർഡിനേറ്റും പെർമ്യൂട്ട് ചെയ്ത് അതിന്റെ സമ്മ് ലീനിയർ കോമ്പിനേഷൻ അല്ലെങ്കിൽ അതിന്റെ സമ്മ് എടുക്കുകയാണെങ്കിൽ യു വിൽ ഗെറ്റ് സിമെട്രിക് വേവ് ഫംഗ്ഷൻ. ആന്റിസിമെട്രിക് വേവ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ സ്ലേറ്റർ ഡിറ്റർമിനന്റ് ഫോമിൽ എഴുതാം. അതിനെ ഈ രീതിയിൽ നമുക്ക് എഴുതാം. ഡെൽറ്റ പി, ഡെൽറ്റ പിയുടെ വാല്യൂ എന്ന് പറയുന്നത് +1 ഫോർ ഈവൻ പെർമ്യൂട്ടേഷൻ ആൻഡ് -1 ഫോർ ഓഡ് പെർമ്യൂട്ടേഷൻ. അതിന് നമുക്ക് ഈ സ്ലേറ്റർ ഡിറ്റർമിനന്റ് ഫോമിൽ ഈ രീതിയിൽ എഴുതാം. ഇവിടെ ഇൻഡെക്സ് ശ്രദ്ധിക്കണം. ഫസ്റ്റ് റോ എല്ലാം ഐ ആണ്, സെക്കൻഡ് റോ എല്ലാം ഐ ആണ്. റോ വൈസ് ഇതിന്റെ ഐഗൻ ഫംഗ്ഷൻസിന്റെ ഇൻഡെക്സ് എല്ലാം സെയിം ആയിരിക്കണം. ഓക്കെ, നൗ സ്ലേറ്റർ ഡിറ്റർമിനന്റിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഡയഗണൽ എലമെന്റ്സ് ബോൾസ്മാനിയൻ വേവ് ഫംഗ്ഷൻ ആയിരിക്കും ആൻഡ് ഓൾ അതർ പെർമ്യൂട്ടേഷൻസ് അതിന്റെ ഓഫ് ഡയഗണൽ എലമെന്റ്സ് ആയിട്ട് ഉണ്ടായിരിക്കും. പോസിറ്റീവ് നെഗറ്റീവ് സൈൻസ് ഓട്ടോമാറ്റിക്കലി വരും എപ്പോഴാണെന്ന് വെച്ചാൽ സ്ലേറ്റർ ഡിറ്റർമിനന്റ് എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത്. നൗ ഇവിടെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫാക്ടർ എന്ന് പറയുന്നത് ഇഫ് 2 or more particles happen to be in the same single particle state, the corresponding rows of the determinant become identical and the wave function vanishes. അതായത് രണ്ട് പാർട്ടിക്കിൾ ഒരേ എനർജി ലെവൽ ഉണ്ടെന്നായിരിക്കാം. ഓക്കെ, സപ്പോസ് യു ഹാവ് 2 particles in epsilon 1 and you have 1 particle in epsilon 2. Total there is 3 particles in it. അപ്പോൾ ഈ രണ്ട് പാർട്ടിക്കിളും ഒരേ എനർജി ലെവൽ ആവുന്ന സമയത്ത് രണ്ട് കോളംസ് ഐഡന്റിക്കൽ ആയിരിക്കും. ഫസ്റ്റ് കോളം ഐഡന്റിക്കൽ, സെക്കൻഡ് കോളം ഐഡന്റിക്കൽ. കറസ്പോണ്ടിങ് റോസ് ഓഫ് ദ ഡിറ്റർമിനന്റ് ബിക്കം ഐഡന്റിക്കൽ ആൻഡ് ദ വേവ് ഫംഗ്ഷൻ. ഒരു ഡിറ്റർമിനന്റിന്റെ പ്രത്യേകതയാണ് ഏതെങ്കിലും രണ്ട് റോസോ രണ്ട് കോളംസോ ഈക്വൽ ആവുകയാണെങ്കിൽ അതിന്റെ വാല്യൂ 0 ആയിട്ട് മാറും. അപ്പോൾ ഇത് തന്നെയാണ് എന്ത് പോളിഷ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ പറയുന്നത്. അതായത് രണ്ട് ഐഡന്റിക്കൽ പാർട്ടിക്കിളിന് സെയിം സ്റ്റേറ്റ് ഒക്യുപ്പൈ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, വേവ് ഫംഗ്ഷൻ വാനിഷസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേവ് ഫംഗ്ഷൻ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ ഈ പോളിഷ് എക്സ്ക്ലൂഷൻ ഒബേ ചെയ്യുന്ന പാർട്ടിക്കിളിനെ നമ്മൾ ഫെർമിയോൺസ് എന്ന് പറയും. അപ്പോൾ ഫെർമിയോൺസ് നേരെ തിരിച്ചും പറയാം, ഫെർമിയോൺസ് ഒബേ ആന്റിസിമെട്രിക് വേവ് ഫംഗ്ഷൻ. ഓക്കെ, ഓർ ഫെർമിയോൺസ് ഹാവ് ആന്റിസിമെട്രിക് വേവ് ഫംഗ്ഷൻ എന്ന് പറയാം. Okay, അല്ലെങ്കിൽ fermions cannot occupy the same, two fermions cannot occupy the same state simultaneously എന്ന് നമുക്ക് പറയാം. Now fermions അതിന്റെ സ്റ്റാറ്റിസ്റ്റിക്സ് ഗവേൺ ചെയ്യുന്ന ഫെർമി ഡിറാക് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. അതിന്റെ സ്റ്റാറ്റിസ്റ്റിക്കൽ വെയിറ്റ് ഫാക്ടർ 1 ആണ് if summation over ni. അതായത് ഫെർമിയോൺസിനെ സംബന്ധിച്ചിടത്തോളം ഓരോ എനർജി ലെവലിലും ഒന്നുകിൽ ഒക്യുപ്പൈഡ് ആയിരിക്കും അല്ലെങ്കിൽ occupied by one particle ആയിരിക്കും അല്ലെങ്കിൽ empty ആയിരിക്കും. ഓക്കെ, രണ്ട് പാർട്ടിക്കിൾ എന്തായാലും ഒരു എനർജി ലെവലിൽ ഉണ്ടായിരിക്കില്ല. അപ്പോൾ ഇങ്ങനെ ഡിസ്ട്രിബ്യൂഷൻ സെറ്റിൽ ni ഒക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ni സ്ക്വയർ എടുത്തിട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വിൽ ഗെറ്റ് n ടോട്ടൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾ. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ ഒരു കേസിൽ 5 എനർജി ലെവൽ ഉണ്ടെന്ന് വിചാരിക്കാം. അതിൽ രണ്ടാമത്തെ ലെവലിൽ പാർട്ടിക്കിൾ ഇല്ല, empty ആണ്. അപ്പോൾ ni സ്ക്വയർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 1 സ്ക്വയർ പ്ലസ് 0 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ. So we'll get a 4, the total number of particles.
ഓക്കെ. ഇനി ഏതെങ്കിലും ഒരു ഏതെങ്കിലും ഒരു ലെവൽ 2 ഉണ്ടെന്ന് ഇരിക്കുക, 2 പാർട്ടിക്കിൾ ഉണ്ടെന്ന് ഇരിക്കുക. സപ്പോസ് ദർ ഇസ് 2 പാർട്ടിക്കിൾ. ഇത് മൂന്നാമത്തെ എനർജിയിൽ 2 സ്ക്വയർ എന്ന് പറയുമ്പോൾ ഇത് 4 വരും. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് പാർട്ടിക്കിളിനെക്കാട്ടിലും കൂടുതലായിരിക്കും. അങ്ങനെ കൂടുതലാവുകയാണെങ്കിൽ അതിൻ്റെ വെയിറ്റ് ഫാക്ടർ 0 ആയിരിക്കും. ഓക്കെ. അങ്ങനെ ഒക്യുപ്പൈ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അതാണ് പറയുന്നത്. ഇപ്പോൾ ഫെർമിയോണിക് സ്റ്റാറ്റിസ്റ്റിക്കൽ വെയിറ്റ് ഫാക്ടർ എന്ന് പറയുന്നത് 1 ആണ് ഈ summation over ni square equal to the total number of particles. So ഇതിന്ന് മനസ്സിലാക്കേണ്ടത് ni എന്ന് പറയുന്നത് either 0 or 1, അത് മാത്രമേ പോസിബിൾ ആയിട്ടുള്ള വാല്യൂ ഉള്ളൂ. ഓക്കെ. ആൻഡ് the particle obey the half odd integral spin like h cross by 2, 3h cross by 2. They are fermions. An example ആണ് ഇലക്ട്രോൺസ്, ന്യൂക്ലിയോൺസ്, helium 3 atoms ഒക്കെ. Okay. On the other hand, symmetric wave functions are characterized by the occupation number ni, which can take any value from 0 to infinity. ഒരൊറ്റ സ്റ്റേറ്റിൽ എത്ര പാർട്ടിക്കിൾ വേണമെങ്കിലും ഒക്യുപ്പൈ ചെയ്യാം. അതിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്കൽ ബോസ്-ഐൻസ്റ്റീൻ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് അത് ഒബേ ചെയ്യുന്നത്. അതിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്കൽ വെയിറ്റ് ഫാക്ടർ 1 ആണ്. ഓക്കെ. പാർട്ടിക്കിൾ വിത്ത് ഇൻ്റഗ്രൽ സ്പിൻ ആണ് ഇത്തരത്തിലുള്ള സ്റ്റാറ്റിസ്റ്റിക്സ് ഒബേ ചെയ്യുന്നത്. അതിന് ബോസോൺസ് എന്ന് പറയും. ബോസോൺസിൻ്റെ എക്സാമ്പിൾ ആണ് ഹീലിയം 4 ആറ്റംസ്, ഫോട്ടോൺസ്, ഗ്രാവിറ്റോൺസ്, പൈമസോൺസ് ഒക്കെ. ഓക്കെ. അപ്പം ഇന്നത്തെ ലെക്ചറിൽ എങ്ങനെയാണ് ഒരു ബോസോണിക് വേവ് ഫംഗ്ഷനോ അല്ലെങ്കിൽ ഫെർമിയോണിക് വേവ് ഫംഗ്ഷൻസും കൺസ്ട്രക്ട് ചെയ്യുക എന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.